ഇപ്പോൾ തിരുവനന്തപുരം മേയർ വി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. PMAY പദ്ധതിയിൽ ഒരു എംബ്ലം വയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ കൌൺസിലിൽ ചില LDF കൌൺസിലർമാർ പറഞ്ഞിരുന്നു. അന്ന് തന്നെ PMAY പദ്ധതിയിൽ പ്രധാനമന്ത്രിയുടെയോ മറ്റു മന്ത്രിമാരുടെയോ ഒന്നും ചിത്രമല്ല, PMAY പ്രോജക്റ്റിന്റെ എംബ്ലമാണ് വയ്ക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതെന്ന് ഭരണസമിതി പറഞ്ഞിരുന്നു. അന്ന് വ്യത്യസ്തമായ നിലപാടുകളായിരുന്നു LDFന്റെയും അതോടൊപ്പം തന്നെ ചില UDF കൌൺസിലർമാരും സ്വീകരിച്ചത്. എന്നാൽ ബഹുമാനപ്പെട്ട തദ്ദേശ മന്ത്രി ശ്രീ KM ഷാജി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ആ എംബ്ലം തന്നെ അദ്ദേഹം ഉയർത്തി കാട്ടിക്കൊണ്ട് ഇത് ചെയ്യുന്നതിൽ തെറ്റില്ല, ഇതിൽ പ്രധാനമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ ഒന്നും ചിത്രമില്ല എന്ന് പറഞ്ഞു. ആ വസ്തുത തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി സ്വീകരിച്ച നിലപാട് ശരിയാണ്, യഥാർത്ഥ വസ്തുത പൊതുസമൂഹത്തിന് മുൻപാകെ വെളിപ്പെടുത്തി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടാണ് ഈ കൌൺസിൽ യോഗം ആരംഭിച്ചത്. അതിനുശേഷം നിരവധി അജണ്ടകൾ ഉണ്ടായിരുന്നു. ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മക്കളുടെയൊക്കെ തന്നെ വിവാഹം, ആ വിവാഹം നടക്കുമ്പോഴേക്കും അവർക്ക് ലോണായിട്ട് കോർപ്പറേഷനിൽ നിന്നും പണം കൊടുക്കാം, അവർ തിരിച്ചടയ്ക്കും, പലിശ കുറവാണത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, റോഡ് പണിയുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം, വ്യത്യാസം വരുത്തേണ്ട കാര്യങ്ങൾ വ്യത്യാസം വരുത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. അവർ ആ സമയത്തൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. പലതവണ പറഞ്ഞു, ഒടുവിൽ 3 തവണ വീണ്ടും നമുക്ക് ഇക്കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു, ചർച്ചയുമായി മുന്നോട്ട് പോകണം, അതിനുശേഷം ഏത് വിഷയം വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിച്ചത്. പക്ഷേ ദൌർഭാഗ്യമെന്ന് പറയട്ടെ, അത്തരത്തിലൊരു കൌൺസിൽ യോഗം മുഴുവനായി ബഹളമയമായിട്ട് കൌൺസിൽ നടത്തിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് അജണ്ടകൾ പാസാക്കി കൌൺസിൽ യോഗം പിരിയേണ്ട ഒരു സാഹചര്യമുണ്ടായത്. അതിനുശേഷം സാധാരണ നമുക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിച്ച് വരുന്ന കൌൺസിലർമാരൊക്കെ തന്നെ ചില മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട്, കൌൺസിൽ ഹാളിലോട്ട് പോകാറൊക്കെ ഉണ്ട്. പക്ഷേ ദൌർഭാഗ്യകരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. അല്ലെങ്കിൽ സംഘർഷം എന്ന രീതിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് പോയിരുന്നു. അതായത് ഒരു അറ്റൻഡൻസ് ബുക്കിന്റെ പേരിൽ 2 വിഭാഗത്തെ കൌൺസിലർമാർ ഏറ്റുമുട്ടുകയായിരുന്നു. അതിൽ BJP കൌൺസിലർ ഷട്ടടക്കം വനിതാ കൌൺസിലർമാരെ, UDFന്റെ വനിതാ കൌൺസിലർമാരെ BJP കൌൺസിലർമാർ ആക്രമിച്ചു എന്ന ആരോപണം വരുന്നുണ്ട്. നേരത്തെ പദ്ധതികളെല്ലാം പറ്റിയിട്ടുണ്ടാവും. ഞാൻ റൂമിൽ വന്നതിന് ശേഷമുള്ള മാധ്യമങ്ങൾ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ, ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയത്. പിന്നെ നമ്മുടെ പാർലമെന്റ് പാർട്ടി ലീഡർ എത്തിയിട്ടുണ്ട്, അദ്ദേഹത്തോടും അതോടൊപ്പം കൌൺസിൽ ഉണ്ടായിരുന്ന ആൾക്കാരോടും സംസാരിക്കുകയും ചെയ്തു. ഓരോ മാധ്യമങ്ങളിലും ഓരോ തരത്തിലാണ് വാർത്ത വരുന്നത്, വിഷ്വൽസ് വരുന്നത്. എന്തായാലും ഞാൻ മനസ്സിലാക്കിയ അനുസരിച്ച് ഇപ്പൊ നമുക്ക് കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മുടെ മുമ്പിലെത്തിക്കും. സാധാരണ കൌൺസിൽ യോഗം അവസാനിക്കുന്നതിന് മുമ്പ്, പെട്ടെന്നൊക്കെ അവസാനിക്കുന്നതിന് മുമ്പ് ഒപ്പിട്ട് തീർന്നില്ലെങ്കിൽ കുറച്ച് സമയം കൂടി അവരുടെ ഒപ്പിടാൻ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ മേയർ സെക്ഷനിൽ അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ടാവും, അവിടെ വന്ന് അന്ന് യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒപ്പിടാം. ഞങ്ങൾ അതിലൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് ഒപ്പിടാൻ പാടില്ല, അങ്ങനെയുള്ള നിലപാടൊന്നും എടുക്കാൻ പാടില്ല, എടുത്തിട്ടുമില്ല. അപ്പോൾ ഞാൻ അവിടെ കണ്ട, ഒരിക്കലും ഒരു കൌൺസിലിനകത്ത് നടക്കാൻ പാടില്ലാത്തൊരു കാര്യം അവിടെ കണ്ടത്, അറ്റൻഡൻസ് രജിസ്റ്റർ ഒരു കൌൺസിൽ അംഗത്തിന് ഒപ്പിടാൻ കൊടുത്താൽ അദ്ദേഹം ഒപ്പിട്ടിട്ട് അത് കൊടുത്ത ഉദ്യോഗസ്ഥന്റെ കയ്യിൽ അല്ലെങ്കിൽ ജീവനക്കാരുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണം, അല്ലെങ്കിൽ അടുത്ത കൌൺസിലർക്ക് ഒപ്പിട്ട് പാസ് ചെയ്യണം. ഇപ്പോ അവിടെ ഒരു വലിയൊരു പ്രദർശനം നടന്നു. ഈ അറ്റൻഡൻസ് രജിസ്റ്റർ ഒരിക്കലും രഹസ്യ വസ്തുവല്ല. ഇന്നലെ ഇപ്പൊ എന്നെ കണ്ട എല്ലാ മാധ്യമപ്രവർത്തകരോടും ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, നിങ്ങളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കോപ്പി കിട്ടും. അതിനിടയിൽ ഞാൻ മനസ്സിലാക്കിയത്, ആ അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ ചില പേജുകൾ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു. ചിലർ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴിക്കുന്നത് കണ്ടു. അപ്പൊ ഇതിൽ ഓരോരുത്തരും ഒപ്പിടുന്ന ഓരോ ടൈപ്പ് പെന്നുകൊണ്ടാണ്. അതിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ ഇത് നാളെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കേണ്ട രേഖയാണ്. ഇതൊരു ആധികാരികമായ ഒരു രേഖയാണ്. അപ്പോൾ അത് എന്റെ കയ്യിൽ ഒപ്പിടാൻ ലഭിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒപ്പിടുക, ഒന്നുകിൽ ഉദ്യോഗസ്ഥരെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അടുത്ത ഒപ്പിടാൻ്റെ ആളുടെ കൊടുക്കുക. അതാണല്ലോ ജനാധിപത്യത്തിൽ മര്യാദ. അല്ലാതെ ആ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കൊടുക്കില്ല, മറ്റാർക്കും ഒപ്പിടാൻ കൊടുക്കില്ല എന്ന് വച്ചിരിക്കുകയും അതിന് ഡാമേജ് വരുത്തുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് അത് ഒരിക്കലും തന്നെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ദൌർഭാഗ്യകരമായ കാര്യങ്ങളുണ്ടായി. ആ സമയം എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇത് കണ്ട് രജിസ്റ്റർ നശിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ആ രജിസ്റ്റർ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പോഴാണ് പരസ്പരം ഒരു കയ്യേറ്റം ചെയ്യുന്ന നിലപാടൊക്കെ സ്വീകരിച്ചത്. എന്തായാലും എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ട് നേരിട്ട് സംസാരിച്ചു, മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ചെയർമാന്റെ നെഞ്ചുവേദനയുണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയിട്ടുണ്ട്, ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാൻ വേണ്ടി ചില പേജുകൾ കീറിയെടുക്കുവാനും അതിൽ വെള്ളം ഒഴിക്കുവാനും നടത്തിയ ശ്രമത്തിനിടെ അറ്റൻഡൻസ് രജിസ്റ്റർ തിരിച്ചു ചോദിച്ചു. അത് വാങ്ങിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഷർട്ട് കീറിയത്, അദ്ദേഹത്തിന് മർദ്ദനമേറ്റെന്നാണ് പറഞ്ഞത്. ഒരിക്കലും അറ്റൻഡൻസ് രജിസ്റ്റർ നശിപ്പിക്കുവാനുള്ള ശ്രമം ആര് നടത്തിയാലും അതിനൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല.
അത് പറഞ്ഞിട്ടുണ്ട്. അത് വിഷ്വൽസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് മുഴുവൻ മനസ്സിലാക്കിയതിന് ശേഷം പറയാം. അതെ, ഞാൻ പറയാം. അല്ല, അതായത് ജനപ്രതിനിധികൾ തമ്മിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. കൌൺസിലിനകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദൌർഭാഗ്യകരമാണ്. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് പറയുന്നത് ദൌർഭാഗ്യകരമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പരിശോധിക്കുകയുള്ളൂ. അല്ല, അതിൽ ഞാൻ ഡൽഹിയിൽ വെച്ച് അന്ന് പറഞ്ഞ നിലപാട് തന്നെയാണ്. അക്കാര്യത്തിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതിന്റെ പിറ്റേ ദിവസം രാവിലെ ഡൽഹിയിൽ വെച്ച് എന്ത് നിലപാടാണോ പറഞ്ഞത്, ആ നിലപാടിൽ തന്നെയാണ് മേയർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോഴും നിൽക്കുന്നത്. മറ്റൊന്ന്, ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ, കരമന ജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. നിലപാട് ഓരോ ദിവസം മാറേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അന്ന് ചർച്ച ചെയ്ത് തീർന്നില്ലെങ്കിൽ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. ഒരാഴ്ച മുമ്പ് അജണ്ട കൊടുത്തിട്ടുണ്ടല്ലോ. അജണ്ട വളരെ നേരത്തെ കൊടുത്തല്ലോ. അപ്പൊ അജണ്ട ഏത് അജണ്ടയാണ് ചർച്ച ചെയ്യേണ്ടത്? കൂടുതൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അജണ്ട ഞാൻ തന്നെ നമ്പർ പറഞ്ഞില്ലേ മാറ്റി വെച്ചത്. ഇനി ഏതെങ്കിലും അജണ്ട, ഞങ്ങൾ എല്ലാ കൌൺസിലും ഏതെങ്കിലും അജണ്ട ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ അടുത്ത ദിവസത്തേക്ക് വയ്ക്കും. അജണ്ട ചർച്ച ചെയ്യാൻ വേണ്ടി അജണ്ടയുടെ എണ്ണം കൂടുതലുണ്ടെന്ന് പറഞ്ഞിട്ട് മുദ്രാവാക്യം വിളിച്ച് ബഹളമയമൊക്കെയാണ് ചെയ്യേണ്ടത്. അങ്ങനെയല്ലല്ലോ. അതിലിപ്പോ UDF ആരോപിക്കുന്നത് സുഗതനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേഷനിൽ BJP തിരിമറി കാണിക്കാൻ ശ്രമിച്ചു. അതിനോടൊപ്പം തന്നെ നേരത്തെ മേയർ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് സുഗതനെ സംരക്ഷിക്കാൻ കൌൺസിൽ യോഗം തന്നെ അലങ്കോലപ്പെടുത്തിയതാണ്. അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത് രഹസ്യമല്ലല്ലോ. 101 കൌൺസിലർമാർക്കും കൌൺസിലർ എന്നുള്ളവർക്ക് സംരക്ഷണം കൊടുത്തുവാൻ വേണ്ടിയുള്ള സാഹചര്യം സ്വീകരിക്കും, നടപടികൾ സ്വീകരിക്കും. അത് രഹസ്യമല്ല, പരസ്യമായിട്ട് പറയുക തന്നെയാണ്. ഇനി ഈ വാഴോട്ടുകോണം കൌൺസിലർ സുഗതന്റെ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുവാൻ ഒരു മേയർക്ക് സാധിക്കില്ല. ഒരു മേയർക്ക് ആക്ട് ചെയ്യാൻ സാധിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചോ ആണ്. അതിൽ ഒരു കേസിൽ പ്രതിയായ വ്യക്തിക്കെതിരെ മേയർക്ക് നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല. എന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ആക്ട് ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്താണ് അതിന്റെ പ്രസക്തി? പിന്നെ ഈ അറ്റൻഡൻസ് ലിസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ആവർത്തിച്ച് നിങ്ങൾ ചിലർ അറിഞ്ഞില്ല എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ നടിക്കുന്നത് മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകർ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് 4 തരത്തിലുള്ള രേഖകളുണ്ട്. കേസ്മാർട്ടുണ്ട്. ഇന്നിപ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന് വന്നവരെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും കേസ്മാർട്ടിലുണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസ് ഉണ്ട്, വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോ ഉണ്ട്, ഡേറ്റഡ് ഫോട്ടോ ഉണ്ട്. മറ്റൊന്ന്, ഈ കഴിഞ്ഞ 3-4 മാസത്തിലെ കൌൺസിലിലെ നിങ്ങളുടെ വിഷ്വൽസ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ സുഗതൻ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമല്ലോ. ഏപ്രിൽ, മെയ്, ജൂൺ ഈ മാസങ്ങളിൽ, അല്ലെങ്കിൽ മാർച്ച് ഈ മാസങ്ങളിലൊക്കെ സുഗതൻ ഹാജരായിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ വിഷ്വൽസ് കാണുമല്ലോ. അതെങ്ങനെയാ ഒരു സ്റ്റാക്ക് നശിപ്പിക്കുക? ഇങ്ങനെയുള്ള വില കുറഞ്ഞ ആരോപണങ്ങൾ നടത്തരുത്. ഇന്ന് പങ്കെടുത്ത കൌൺസിലർമാർക്ക് അവിടെ വെച്ച് അപ്പോൾ തന്നെ ജീവനക്കാരൻ കൊടുത്ത ഫോഴ്സിൽ, ആ ജീവനക്കാരൻ ഇവിടെ ഉണ്ട്, ഞാനത് കഴിഞ്ഞ് സംസാരിക്കാം എന്താ സംഭവിച്ചെന്ന്. ആ ജീവനക്കാരൻ ഇവിടെ ഉണ്ട്. അതിപ്പോ ഒരു പാവപ്പെട്ട ജീവനക്കാരൻ, ആ ജീവനക്കാരൻ കൊടുത്ത സാഹചര്യം വെച്ച് അത് ഒപ്പിട്ട് അടുത്ത ആളിന് ഹാൻഡ് ഓവർ ചെയ്തിരുന്നെങ്കിൽ എല്ലാവർക്കും ഒപ്പിടാൻ സാധിക്കുമായിരുന്നു. അതിന് പകരം ഈ രജിസ്റ്റർ ഇവിടെ എന്തൊക്കെയോ പ്രതിസന്ധികളുണ്ട് എന്ന്, അത് എനിക്ക് തോന്നുന്നു സ്വന്തം പ്രസക്തിയും സാന്നിധ്യവും അറിയിക്കുവാൻ വേണ്ടി ആയിരിക്കാം. ഇങ്ങനെയുള്ള ഷോ ഓഫിന്റെ ഒക്കെ കാര്യമുണ്ടോ? ഏത് മാധ്യമപ്രവർത്തകർക്കും ഇതൊരു പബ്ലിക് ഡൊമൈനിലുള്ള സാധനമല്ലേ. ഒരു പെറ്റീഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന്റെ ഫോട്ടോ കോപ്പി കിട്ടില്ല, സർട്ടിഫൈഡ് കോപ്പി. അതിന് പകരം മറ്റുള്ളവർ ഒപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അതിനെ എടുത്ത് എന്തോ കണ്ടുപിടിച്ചതുപോലെ ഒരു പബ്ലിക് ഡോക്യുമെന്റ് അതിനെല്ലോ കണ്ടുപിടിച്ചതുപോലെ എടുത്ത് പ്രദർശിപ്പിച്ച് കാണിക്കുക, മറ്റുള്ള ആർക്കും ഒപ്പിടാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവുക. അതിനിടയിൽ ഗ്ലാസിൽ കുടിക്കാൻ കൊടുത്ത വെള്ളം എടുത്ത് ഒഴിക്കുക, ചൂടുവെള്ളം, വെള്ളം എടുത്ത് ഒഴിക്കുക. അപ്പം സ്വാഭാവികമായിട്ടും മഷി പടർന്നു പോയില്ലേ. അതിൽ 1-2 പേജുകൾ കീറിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഈ പാരമ്പര്യമൊക്കെ പറയുന്നവർ അക്കാര്യങ്ങൾ ശ്രദ്ധിക്കണ്ടേ. നിയമ പോരാട്ടം നടത്തേണ്ടത് അറ്റൻഡൻസ് ബുക്കിന്റെ പേജ് വലിച്ചു കയറിക്കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട കോടതികളുണ്ടല്ലോ, ആ കോടതിയല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ സംസ്ഥാന സർക്കാരിലോ സമീപിക്കാമല്ലോ. നമ്മളൊക്കെ നിയമം അനുസരിക്കുന്ന സിറ്റിസണല്ലേ, പൗരന്മാരല്ലേ. അപ്പൊ ഒരു ദൌർഭാഗ്യകരമാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അല്ല, അങ്ങനെ ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ 1-ൽ കൂടുതൽ വനിതാ കൌൺസിലർ അർച്ചന മണികണ്ഠൻ ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട്, പെയിനെന്ന് കരുതി പറഞ്ഞു പോയിട്ടുണ്ട്. 1-ൽ കൂടുതൽ പേർ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൌൺസിലർമാരൊക്കെ തന്നെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അവരുടെ ജനങ്ങളുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനാണ്. ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനം നടത്തും, ആഹ്ലാദ പ്രകടനം നടത്തും, മുദ്രാവാക്യം വിളിക്കും. ഇതൊക്കെ തന്നെ ജനാധിപത്യത്തിൽ
മര്യാദയ്ക്ക് നിരക്കുന്ന തരത്തിൽ നമ്മളെല്ലാവരും ചെയ്യണം. പക്ഷേ പരസ്പരം ഹാജർ ബുക്ക്, ഏറ്റവും ആധികാരിക രേഖയായിട്ടുള്ള ഹാജർ ബുക്ക് ഒപ്പിടാൻ കൊടുത്താൽ ഞാൻ ഒപ്പിട്ടിട്ട് തിരികെ നൽകുക എന്നുള്ളതിലപ്പുറം അതിനെ വച്ചിട്ട് ഒരു ആയുധമാക്കി എടുത്തുകൊണ്ട് കളവായ വിവരങ്ങൾ എന്തിനാ പറയുന്നത്? അത്ര എടുത്ത് അതെല്ലാവർക്കും കാണുന്നതല്ലേ? ഞാൻ എന്തോ കണ്ടുപിടിച്ചു, അതിലെന്താ ഉള്ളത്? അതിലെല്ലാവരും ഒപ്പുരേഖകളുണ്ട്. ഇത് കേസ് മാറ്റിലുള്ളതല്ലേ? അപ്പൊ അവിടെ നിന്നാണ് ഈ പ്രതിസന്ധികൾ ആരംഭിച്ചത്. അങ്ങനെ ഒരു യോഗത്തിനെ, ഒരു നഗരസഭയുടെ ഫ്ലോറിനെ അങ്ങനെ ദുരുപയോഗം ചെയ്യാമോ? അവിടെ നിന്നല്ലേ ഈ പ്രതിസന്ധി ഉണ്ടായ? അവിടെ നിന്നല്ലേ എല്ലാവർക്കും ഈ അജണ്ട മുഴുവനും ചർച്ച ചെയ്യാൻ എത്ര മണിക്കൂറോളം സമയം കൊടുക്കാന്ന് പറഞ്ഞല്ലോ. UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രി അഭിനന്ദിച്ചുകൊണ്ടല്ലേ വി രാജേഷാണ് സംസാരിക്കുന്നത്. ബോധപൂർവ്വം ബഹളം ഉണ്ടാക്കിയതാണ്, ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കൗൺസിലിൽ നടന്നത് എന്നതും മേയർ വി രാജേഷ് വ്യക്തമാക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.